കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന സുധി നേരെ കാർ ഷോറൂമിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് ചെല്ലുവാണ്. ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് അവിടെ വന്ന കസ്റ്റമേഴ്സിനോട് കാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അവര് ചോദിച്ചു, അല്ല ഇതിന്റെ വൈറ്റ് കളർ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്, ഏകദേശം ഒരു 50 ലക്ഷം രൂപ ആകുമെന്ന് പറയാം. ഈ സമയത്താണ് സുധിയെ അങ്ങോട്ട് ചെല്ലുന്നത്. സുധിയെ കണ്ടതും സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, എന്താ സാർ ഏത് കാറാ നോക്കണ്ടേന്ന് ചോദിക്കുക. പെട്ടെന്ന് സുധി പറഞ്ഞു, ഞാൻ കാർ നോക്കാൻ വന്നല്ലെന്ന് പറയാ. അപ്പം വേറെ എന്തിനാ സാർ വന്നെന്ന് ചോദിക്കണം. അല്ല മിസ്റ്റർ സത്യനാഥൻ ഉണ്ടോന്ന് ചോദിക്കുക. സാറിനെ കാണാൻ MD കാണാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അല്ല ബിസിനസ് മീറ്റിംഗോ മറ്റോ ആണോ സാറിന് ചോദിക്കുകയാണ്. അതിനൊന്നും അല്ല, ഞാനൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നാന്ന് പറയണു. ജോലി അന്വേഷിച്ച് വന്നല്ലേ, ഇവിടെ നിൽക്ക്, ഞാൻ പോയി സാറിനോട് ചോദിച്ചിട്ട് വട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരനെ കൂടെ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ സുധി ആകെപ്പാടെ അവിടെയൊക്കെ നോക്കുക. സുധിക്ക് അത്ര പിടിച്ചിട്ടൊന്നും ഇല്ല. പിന്നീട് പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതെ ആ റൈറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ മതി, സാറിന്റെ ക്യാബിൻ അവിടെയാന്ന് പറയണം. ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സുധി അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ ചെന്ന് ക്യാബിനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, MD പറഞ്ഞു, അതെ സുധിയല്ല ഇരിക്കാൻ പറയണ. സാർ സുധിയല്ല സുധി, തറയുടെ തായല്ല ധർമ്മത്തിന്റെ ദായാന്ന് പറയണ. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, എന്താണെന്ന് താൻ ഇരിക്കാൻ പറയണ. പിന്നീട് ചോദിച്ചു, അല്ല സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഇന്റർവ്യൂ തന്നെ വന്നല്ലേന്ന് ചോദിക്കണം. അതെ സാറെന്ന് പറയണ. പിന്നീട് സുധി മൊത്തം അവിടെ മുഴുവൻ നോക്കുവാണ്. താങ്കൾ എന്താ നോക്കണേ? അല്ല സാർ സാധാരണഗതിയിൽ ഞാൻ ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പം ഇന്റർവ്യൂ ബോർഡിൽ ഒരു 5-6 പേരെങ്കിലും ചുറ്റി നിന്ന് ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ സാറിനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അനിയ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ഈ സീപ്പർ മുതലേ അങ്ങ് സെയിൽസ് എക്സിക്യൂട്ടീവ് വരെ എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നത് ഞാൻ ഒരാൾ തന്നെയാ. അതിന് മാത്രം ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷമുള്ള പെർഫോമൻസ് അത് മാത്രം നോക്കിയാൽ പോരെന്ന് ചോദിക്കുക. പിന്നീട് സുധി ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, തന്റെ ഫയൽ അങ്ങോട്ട് നീട്ടിയിട്ട്, സാർ എന്റെ പേര് സുധി, എനിക്ക് 3 PG ഉണ്ട്, ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, അത് കോളേജിൽ തന്നെ ടോപ്പായിരുന്നൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ സുധി നിർത്ത് മതി എന്ന് പറയാ. ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇത്ര ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാ. ഇത് വെറും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിയാ, അതുകൊണ്ടാണ് ഞാൻ മതി എന്ന് പറഞ്ഞേ. ഫയലിന് നല്ല കനം ഉണ്ടെന്ന് തോന്നല്ലോ. ഉണ്ട് സാർ. അപ്പം കുറെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതെ സാർ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, നന്നായി പഠനം അവിടെയും കൊണ്ട് തീർത്തേ, അല്ലായിരുന്നെങ്കിൽ തന്റെ ആയുസ് തീർന്നേനെന്ന് പറയാം. ഇത് കേട്ടാ സുധി പറഞ്ഞു, ആയി ശരിയാ സാറ് പറഞ്ഞേ. ഒരു പക്ഷേങ്കില് സാറിനെ കണ്ടിട്ട് എന്റെ അത്ര പഠിപ്പില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു പറയാണ്, എന്റെ അത്ര ഡിഗ്രി ഒന്നും ഇല്ലാത്ത പോലെ. ഇത് കേട്ടത് അയാളൊന്ന് സുധീനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ശരിയാ, സുധി പറഞ്ഞ കാര്യം ശരി തന്നെയാ, എനിക്ക് അത്ര വലിയ പഠിപ്പൊന്നുമില്ല, എഴുതാനും വായിക്കാനും കാര്യങ്ങളും എല്ലാം അറിയാം, പിന്നെ ഇത്ര ഡിഗ്രി വേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ട സുധി പറഞ്ഞു, അല്ല സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിക്ക് വേണ്ട ഞാൻ വന്നേ, എന്നാലും അതിൻ്റെതായ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഒക്കെ വേണ്ടെന്ന് വെക്കും. അല്ല അതൊക്കെ സുധിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ എന്നും പറഞ്ഞിട്ട് ഇത്ര സർട്ടിഫിക്കറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല സുധി എന്ന് പറയാം. പിന്നീട് സുധി പറഞ്ഞു, സാറ് പറഞ്ഞ ശരി തന്നെയാ, ഇപ്പൊ സാറിനാണെങ്കിൽ അത്ര ഡിഗ്രി ഒന്നും ഇല്ലോ, എന്നിട്ട് പോലും സാറ് MD കസാരിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേങ്കില് ഇത്ര ഡിഗ്രി ഉണ്ടായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തേരാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സാറിന്റെ ഈ പണമുണ്ട്, എന്റെ ഈ പണമില്ല, അത് അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയാം. ഇത് കേട്ടൻ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ സുധി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ, ഈ MD കസാലിലേക്ക് ഒറ്റ ദിവസം ഞാൻ നേരിട്ട് കയറി ഇരുന്നാന്നോ? അങ്ങനൊന്നും അല്ല, ഇത് പടിപടിയായിട്ട് ഞാൻ എത്തിയിരിക്കുന്ന ഇവിടം വരെ. ഞാൻ ആദ്യം ഉണ്ടല്ലോ ചെറിയ രീതിയിലാ തുടങ്ങിയത്. എന്റെ അച്ഛനും അമ്മയും ചെറുതിൽ തന്നെ മരിച്ചുപോയി. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആദ്യം ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുക ചെയ്തേ. അവിടെ നിന്നാണ് പിന്നീട് ഞാൻ ഈ നിലയിൽ എത്തിയിരിക്കുന്നു പറയാം. കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേങ്കിൽ നമ്മൾ അധ്വാനിക്കണം, എങ്കിൽ മാത്രം നമ്മൾ എവിടെയും എത്തിപ്പെടുകയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഒരു MD കസാര കയറി ഇരിക്കാൻ നോക്കണ്ടെന്ന് പറയാം. പിന്നീട് സുധി ശരിയായി സാറെന്ന് പറയണ. അല്ല സുധിയുടെ ആഗ്രഹം എന്താ? പെട്ടെന്ന് സുധി പറഞ്ഞു, അതെ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, നിറയെ തോട്ട്സും ഐഡിയാസും ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സുള്ള ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ എനിക്ക് നടപ്പിലാക്കണം. എൻ്റെ മനസ്സുള്ള ആഗ്രഹങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരണം, അതാ എൻ്റെ ആഗ്രഹം. അത് മാത്രമല്ല എൻ്റെ കീഴിൽ കുറെ സ്റ്റാഫുകൾ വേണം, അപ്പൊ അവർക്കൊക്കെ ഞാൻ ജോലി കൊടുക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ അപ്പൊ സുധിയുടെ മനസ്സിലെ ആഗ്രഹം ഒരു MD കസാര തന്നെ അല്ലേന്ന് ചോദിക്കുക. സുധി ഒന്ന് എഴുന്നേക്കാൻ പറയാ. എന്താ സാർ? സുധി അങ്ങനെ എഴുന്നേറ്റു. പിന്നീട് സുധി എന്തേ
ആ കിരിക്കുന്ന കസാര ഉണ്ടോ അത്തേലേക്ക് പോയി ഇരുന്നോളാൻ പറയാണ്. ഇത് കേട്ടതും സുധി ഇങ്ങനെ അമ്പരപ്പോടെ പുള്ളിക്കാരനെ നോക്കുവാണ്. ഇങ്ങനെ നോക്കിയിട്ട് സുധി ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു. കൊള്ളാം, താൻ അവിടെ ഇരിക്കുന്നു, വരുന്ന സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുന്ന രീതി എല്ലാം ഒരു നിമിഷം സുധി ഒന്ന് മനക്കണ്ണി കണ്ടു. പെട്ടെന്ന് സുധി എന്ത് ചെയ്യാണ്, അങ്ങോട്ട് നീങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഈ സമയം അയാൾ പറഞ്ഞു, എം ഡി പറഞ്ഞു, എന്റെ സുധി, ഞാനൊരു തമാശ പറഞ്ഞ അതുപോലെ ഉൾക്കൊള്ളാനുള്ളൊരു ഇതില്ലേ, അത്ര വലിയ ബുദ്ധിയും ബോധം ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എം ഡി ആ കസാലയിൽ പോയി ഇരിക്കും. എന്നിട്ട് പറഞ്ഞു, അതെ സുധിക്ക് ഇവിടെ ജോലി ഇല്ലെന്ന് പറയാ. ഇത് കേട്ടോ സുധി പറഞ്ഞു, അയ്യോ സാർ അങ്ങനെ പറയരുത്, എന്റെ ആഗ്രഹം അത്. എന്റെ വൈഫ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസമായില്ല, അവളാണ് എന്റെ ഈ ഇന്റർവ്യൂവിന് വേണ്ടി വിട്ടത് തന്നെ, അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണം സാർ എന്ന് പറയണം. ഇത് കേട്ട് കുറെ സമയം പുലുക്കാൻ ആലോചിച്ചിരുന്നു. ഇവിടെ വേണ്ട നമുക്ക് വാക്ചാതുര്യമാണ്. സുധിക്ക് അതുണ്ടെന്ന് കരുതുന്നു. കാരണം കാർ ഷോറൂമിലേക്ക് വരുന്ന ആൾക്കാരെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് ഡീലിങ്സ് ഒക്കെ നടത്താൻ പറ്റണം. അപ്പൊ സുധിക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം തൽക്കാലം ജോയിൻ ചെയ്തിട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ സുധി ജോയിൻ ചെയ്തിട്ട് അങ്ങ് ഇറങ്ങുവാണ്. ആ സമയത്ത് അയാൾ വിളിച്ചു, അത് ഒരു നിമിഷം അവിടെ നിന്നേ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ ദൈവങ്ങളാണ്, ആ രീതി വേണം നമ്മൾ കാണാനെന്ന് പറയാം. ശരി സാറെന്ന് പറഞ്ഞിട്ട് സുധി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് സച്ചി നേരെ തന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. തന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ കാർ നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് വർക്ക്ഷോപ്പിൽ ആ ചെറുകുച്ചു വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ ഈ വഴിക്കൊക്കെ വണ്ടിക്ക് വല്ല പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. വണ്ടിക്ക് വല്ല പ്രശ്നമുണ്ടോന്നോ? എടാ എന്റെ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് എത്ര നാളായി, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വന്നാ, അതോ അതിപ്പോ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക. ഞാൻ കരുതി സച്ചേട്ടൻ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് വല്ല പ്രശ്നം കാണുമായിരിക്കും. അതാ കരുനാക്ക് വളച്ചൊന്നും പറയില്ലടാ, മനുഷ്യനെ സമാധാനം കളയാനായിട്ട്. അല്ല എന്റെ വണ്ടി എന്തിയേ, ഇന്ന് തരാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇന്ന് തരാനോ? നല്ല കഥയായിപ്പോയി. ഇന്ന് എങ്ങനെ എന്റെ സച്ചേട്ടാ തരുന്നേ? ഇന്നും തരാൻ പറ്റുന്ന കാര്യമില്ല, അതിന് ഇനിയും പണിയുണ്ടെന്ന് പറയാ. എടാ ഇതെന്താ പഞ്ചവത്സര പദ്ധതിയായിട്ട് നീ ഏറ്റെടുത്തിരിക്കുവാണോ? ഇത്രയും കാലമായിട്ട് എന്റെ പണി തീർന്നില്ലേ? എന്റെ സച്ചേട്ടാ, ഒന്ന് തീരുമ്പോ അടുത്ത പണി, അത് പണി തന്നുകൊണ്ടേ ഇരിക്കുക. ഇനി അതിന് കുറച്ചുകൂടെ സാധനം വാങ്ങാണ്ടെന്ന് പറയും. ഇനി സാധനം വാങ്ങാൻ എന്ത് സാധനം? അതൊക്കെ ഉണ്ട്. സച്ചേട്ടൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് നീണ്ട ലിസ്റ്റ് അങ്ങെടുത്ത് കാണിച്ചു. ഇത് മൊത്തം വാങ്ങാനുള്ള, അല്ല എത്ര രൂപ വേണ്ടി വരും? ഒരു 20,000 രൂപ വേണ്ടി വരും എന്ന് പറയാം. ദൈവമേ, 20,000 രൂപയോ? സച്ചി പിന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക. ഇതാ പലിശക്കാരൻ്റെ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഇത്. മിക്കവാറും അയാൾ എന്നെ മിക്കവാറും ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ കുറച്ച് പൈസ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറയുന്നു പോലും അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഞാൻ. എന്തേലും ആട്ടെ, ആദ്യം വണ്ടി ഇറക്കി തല്ലോ. ഒരാഴ്ചക്കുള്ളിൽ നീ വണ്ടി ഇറക്കില്ലേന്ന് ചോദിക്കാം. ഒരാഴ്ച അല്ല, 2 ആഴ്ച. 2 ആഴ്ചയോ? അതൊന്നും പറ്റത്തില്ല, ഒരാഴ്ചക്കുള്ളിൽ ഇറക്കണമെന്ന് പറയാ. അല്ല നിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിക്കും. അത് സാർ ഒരാഴ്ചയുള്ള കല്യാണം കഴിഞ്ഞിട്ട്. അന്നാ നീ അനുഭവിച്ചോളും മോനെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ പരുവായിട്ട് നിൽക്കുന്നേ. ഇനി അധികം വൈകാൻ നീയും കുത്തുവാള എടുക്കും. എന്തിനാടാ മോനെ വെറുതെ അറിഞ്ഞിട്ട് കുഴിയിലേക്ക് പോയി ചാടിയത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്നോട് നേരത്തെ ഒരു വാക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ നീ കല്യാണം കഴിക്കണ്ടാന്ന്? ഇതും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് കൂടെ പോവാണ്. പിന്നീട് ദേവും ശ്രീകാന്തും ലക്ഷ്മിയമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലക്ഷ്മിയമ്മയുടെ സങ്കടം കണ്ടുകൊണ്ട് ഇരുന്നപ്പോ ശരത്ത് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സച്ചേട്ടനായിട്ടൊരു പ്രശ്നം ഉണ്ടായി, അതൊക്കെ മാറിക്കോളൂ എന്ന് പറയാ. അതൊക്കെ നിനക്ക് പറയാടാ, പെറ്റ വയറ് ഞാനല്ലേ, എനിക്കല്ലേ എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ രേവതിക്ക് ഇങ്ങനെ ഒരു സങ്കടം വന്നാ അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതൊക്കെ ഓർത്ത് ലക്ഷ്മിയമ്മ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അമ്മയെന്നൊരു വിളി കേട്ടത്. നോക്കിയപ്പോ രേവതിയാ. മോളാണോ? മോൾക്ക് 100 ആയുസാണല്ലോ. എന്റെ അമ്മേ, എനിക്ക് ആയുസൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ള ഈ ജീവൻ തന്നെ ഞാൻ എങ്ങനെയാലും ഒന്ന് ജീവിച്ച് തീർക്കണമെന്ന് ഓർത്ത് ഇരിക്കുക. അപ്പോഴാണ് ഇനി എനിക്കിപ്പോ ആയുസ്. ഇത് കേട്ടതും ദേവ് പറഞ്ഞു, എന്താ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെ പറയാതെ, അത് ഞാനിങ്ങോട്ട് വന്ന എന്താണെന്നറിയാവോ, വീട്ടിൽ വന്നു കഴിയുമ്പോൾ വളരെ മോശമായ അനുഭവമല്ലേ അമ്മയ്ക്കുണ്ടായത്. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിച്ചിട്ട് വരണമെന്ന്. ഇത് കേട്ടാൻ ദേവ് പറഞ്ഞു, വിളിക്കാതെ വന്നോണ്ടല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ, ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടല്ലേ ഞങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കാം. അത് ക്ഷമിക്കമ്മേ, ആ സമയത്ത് അമ്മയ്ക്ക് അറിയാലോ, എനിക്കറിയാം മോളുടെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന്. മോള് സങ്കടപ്പെടുന്നു കേട്ടോ, സച്ചി നല്ലവനാ മോളെ. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, നല്ലവൻ അമ്മ കണ്ടതാണല്ലോ അദ്ദേഹത്തിന്റെ കാര്യം. മോളൊന്നും കാര്യമാക്കുകയോ വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും. ഈ സമയത്ത് ദേവ് പറഞ്ഞു, എനിക്കറിയത്തില്ല സച്ചേട്ടന് ഇത് എന്ത് പറ്റിയെന്ന്, ഇങ്ങനത്തെ സ്വഭാവമേ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരത്ത് പറഞ്ഞു, നീ അധികം സച്ചേട്ടനെ കുറ്റപ്പെടുത്താനൊന്നും പോണ്ട, സച്ചേട്ടൻ നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം. അത് ചിലപ്പോൾ ആ സമയത്ത് ഗജാനന്ദന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും സച്ചേട്ടൻ മിക്കവാറും ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അല്ല ചേച്ചി, ആ ഗജാനന്ദന്റെ കാര്യം സച്ചേട്ടനോട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? എടാ, അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മിക്കവാറും ഗജാനന്ദൻ ജീവനോടെ ഇരിക്കില്ല, അവൻ മണ്ണിനടിയിലായിരിക്കും. ദേവ് പറഞ്ഞു, ശരിയാ, ഗജാനന്ദനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ആ നിമിഷം അങ്ങേരെ വെറുതെ പെടുത്തില്ലായിരുന്നു. അറിയാലോ അമ്മേ,
ഇപ്പൊ ഇനി പോലീസ് സ്റ്റേഷനായി കേസായി കോടതിയായി അദ്ദേഹം അകത്ത് പോയി കിടക്കും. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുമോ? അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തോട് പറയാതിരുന്നെന്ന് പറയാം. സാരമില്ല മോളെ, പോട്ടെ. നിന്റെ മനസ്സിന്റെ നന്മ ഒരിക്കൽ സച്ചി തിരിച്ചറിയും. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുമെന്ന് പറയാം. നല്ല കാര്യമായിപ്പോയി. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലമ്മേ. ദേ, എന്റെ ജീവിതം ഉണ്ടല്ലോ ഈ പകുതി കെട്ടി തീർന്ന് ഈ മാല പോലെ തന്നെ ഇപ്പം. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരേ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇനി അത് ബാക്കി ഉണ്ടോ ഇല്ലയോ എന്നൊരു അറിയത്തില്ലാത്തൊരവസ്ഥ. ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, മോളിങ്ങനെ സങ്കടപ്പെടണ്ട, മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും. ഞാൻ ഈ പോയി ദേവിയോട് പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ലല്ലോ, എന്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമോ പ്രാർത്ഥിക്കണേന്ന് പറയാ. ഇത് കേട്ടതും രേവതി ഇന്ന് ചിരിക്കുവാണ്. അപ്പൊ ദേവി വെച്ച് എന്താ ചേച്ചി ചിരിക്കണേ? അല്ല, വെറുതെ ചിരിച്ചാ. ഇപ്പോഴൊക്കെയല്ലേ ദേവി ചിരിക്കാൻ പറ്റുള്ളൂ, ചിരി വരുന്ന സമയത്ത്. ഇല്ലാത്തപ്പോ മൊത്തം ഞാൻ കരയാനുള്ളതല്ലേന്ന് ചോദിക്കുക. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മിമ്മയ്ക്ക് വല്ലാത്ത സങ്കടം വരിക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എന്താ ഇനിയിപ്പം രേവതിയുടെ അടുത്ത് സച്ച് വന്നോ, മാപ്പ് പറഞ്ഞോ, ഇനിയിപ്പോ അവർ രണ്ടുപേരും വീണ്ടും ഒന്നായെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.